ഹരിതാരവം 2K25 നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മഡ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബ്രഹ്മമംഗലവും തലയോലപ്പറമ്പും തമ്മിലുള്ള അതിമനോഹരമായ മഡ് ഫുട്ബോൾ മത്സരം വളരെ വാശിയോടുകൂടി ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 10:30 മഡ് റേസോടുകൂടി ആരംഭിച്ച മത്സരം വിശ്രമമില്ലാതെ ഇതാ ഈ 4:30 മത്സരം ഈ പാടത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ജനങ്ങൾക്ക് നയന മനോഹരമായ ഒരു പുതിയ ദൃശ്യവിരുന്നൊരുക്കുവാൻ ഹരിതാപുരം 2K25 സാധിച്ചു എന്നുള്ളത് വളരെ ആഹ്ലാദം പകരുന്ന ഒരു കാര്യമായി കരുതുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെയും സംയുക്തമായ ഒരു സംരംഭമായ കോട്ടയം കർഷകോത്സവം കോഴ ഫാം ഫെസ്റ്റ് ഹരിതാരവം 2K25 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. മൂന്നാം ദിനം പരിപാടികൾ 4 വേദികളിലായി നടന്നു വരുന്നു. ജില്ലാ കൃഷിത്തോട്ടം, ട്രെയിനിങ് സെന്റർ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം, ഓഡിറ്റോറിയം, അതോടൊപ്പം തന്നെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം കോഴ എന്നീ 4 വേദികളിലായി വ്യത്യസ്തങ്ങളും പുതുമയാർന്നതുമായ ഏവർക്കും നയനാനന്ദകരമായ കാഴ്ചകളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കൃഷിത്തോട്ടത്തിൽ 100-ൽ പരം വിവിധങ്ങളായ വിപണന പ്രദർശന സ്റ്റാളുകൾ, നാടൻ ഭക്ഷ്യമേള, അതോടൊപ്പം തന്നെ കൃഷിയിട അധിഷ്ഠിത ട്രെക്കിങ്, സെൽഫി പോയിന്റുകൾ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ കോർത്തിണക്കി കർഷകോത്സവത്തിന് ഏറ്റവും അവസ്മരണീയമാക്കുന്ന സംഭവങ്ങൾ അവിടെ കോർത്തിണക്കിയിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നാളെ ഹരിതാരവൻ 2K25 സമാപനം കുറിച്ചുകൊണ്ട് നാളെ 4 മണിക്ക് സമാപന സമ്മേളനം നടക്കും. പ്രസ്തുത സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി ഹേമലത പ്രേംസാഗറിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും അതോടൊപ്പം തന്നെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് വാഴൂരിന്റെ MLAയും കേരളത്തിന്റെ ചീഫ് വിപ്പുമായ ഡോക്ടർ N ജയരാജും അതോടൊപ്പം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനനായ ശ്രീ പ്രസാദ് അവറുകളും നമ്മളുടെ കടുത്തുരുത്തിയുടെ MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയും ഒക്കെ നാളെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളോട് സംവദിക്കുന്നതാണ്. ഇന്ന് 6 മണിക്ക് നമ്മളുടെ കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ബ്രഹ്മപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും തലയോലപ്പറമ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും ചുണക്കൂട്ടന്മാരിത ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിലാണ്. ബ്രഹ്മമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും തലയോലപ്പറമ്പ് സ്കൂളും തമ്മിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ പകുതിയിലെ പകുതി സമയം 5 മിനിറ്റ് മത്സരം നടന്നു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 15 മിനിറ്റുകളാണ് നമ്മുടെ ഈ ഫൈനൽ മത്സരത്തിൽ ഇനി അവശേഷിക്കുക. ആദ്യ പകുതിയിൽ 5 മിനിറ്റും രണ്ടാമത് പകുതിയിൽ 10 മിനിറ്റും. തലയോലപ്പറമ്പ് ഇതാ ബ്രഹ്മമംഗലം ഗോൾ മുഖത്ത് ഒരു ആക്രമണം
പണിഷ്മെന്റ് പെനാൽറ്റിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കളിക്കുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കണ്ണിൽ ചെളി തെറിച്ചാൽ ഒരു കാരണവശാലും കണ്ണ് തിരുമ്മരുത്. നിങ്ങൾ അവിടെ നിന്നാൽ മാത്രം മതി. ഞങ്ങൾ വെള്ളം അവിടെ എത്തിക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. അതിനുള്ള ആളുകൾ നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിൽക്കുക മാത്രം ചെയ്യുക. കണ്ണ് ഒരു കാരണവശാലും തിരുമരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ പകുതിയിൽ 2 മിനിറ്റും കൂടിയാണ് അവശേഷിക്കുന്നത്. 8 മിനിറ്റ് കളി നടന്നു കഴിഞ്ഞു. സപ്തതി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം കോഴായുടെ മണ്ണില് കഴിഞ്ഞ 68 വർഷക്കാലമായി നടക്കാത്ത ഒരു പുതുചരിത്രത്തിനാണ് ഇന്നിവിടെ സാക്ഷികളാവുകയും ചരിത്രം കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. 68 വർഷമായി നമ്മുടെ സ്ഥാപിതമായി പ്രവർത്തനം നടക്കുന്ന ഈ കോഴായുടെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തില് മഡ് ഫുട്ബോൾ ഇനം മത്സരം ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മത്സരം കാണുവാൻ കണ്ടാസ്വദിക്കാനെത്തിയ മുഴുവൻ ആളുകളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി കൃഷി വകുപ്പിന്റെ പേരിലും സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഹരിതാരവം 2K25 എന്ന പേരിൽ കോഴ ഫാം ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം, ഈ നയന മനോഹരമായ ഈ ദൃശ്യവിരുന്ന് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ബ്രഹ്മമംഗലം ടീമും തലയോലപ്പറമ്പ് ടീമും തമ്മിലുള്ള മഡ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവന് ഒരാളിറങ്ങിയില്ല ഇവിടെ ഇറങ്ങിയ ആദ്യ പകുതിയിലെ എക്സ്ട്രാ ടൈം 1 മിനിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. 10 മിനിറ്റ് സമാപിച്ച് എക്സ്ട്രാ ടൈം 1 നമ്മൾ പ്രവേശിക്കുന്നു. ആദ്യ പകുതിയുടെ എക്സ്ട്രാ ടൈം 1 മിനിറ്റ്.